പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസഭയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ മാത്യു പി തോമസ് ആണ്. അദ്ദേഹത്തെ ദൈവം ഇന്ന് രാത്രിയിലും ശക്തമായി ഉപയോഗിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേ, അനുഗ്രഹവും മനോഹരവുമായ നല്ല രാത്രിയുടെ സമയത്തിനായി അടിയങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ് പരിശുദ്ധനെ. അപ്പാ, ഞങ്ങളുടെ അഗാപ്പ ബൈബിൾ കോളേജിനെ ദൈവകരത്തിലേക്ക് സ്തോത്രത്തോടുകൂടി സമർപ്പിക്കുകയാണ് പരിശുദ്ധനെ. ഹല്ലേലൂയ. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ സമയം വരെയും അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സിൽ എടുത്തു തന്ന ഞങ്ങളുടെ കർത്താവേ, ഹല്ലേലൂയ, ദൈവഭൃത്യന്മാർക്കായി സാറുമാർക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ആൾ കർത്താവേ, ഞങ്ങളുടെ ബൈബിൾ കോളേജിന്റെ കർത്താവെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുന്ന ഷാജി സാറിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സാറിന് ദൈവമേ, ഹല്ലേലൂയ, തന്റെ ഉള്ളത്തിൽ കൊടുത്ത വലിയ ദർശനത്തിനായി ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആന്റിയെയും കുഞ്ഞുങ്ങളെയും കുടുംബമായ എല്ലാം സഭയായ എല്ലാം ശുശ്രൂഷകളോടൊക്കെയും ദൈവത്തിന്റെ കരം കൂടിയിരിക്കുമാറാകണമേ. പിന്നെയും അഗാപ്പെ കർത്താവേ, ഹല്ലേലൂയ, ബൈബിൾ കോളേജിനെ ഹല്ലേലൂയ അതിൻ്റെതായ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടതായ എല്ലാ കൃപയും ദാസന് ദൈവം ധാരാളമായി നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിന്നെയും കർത്താവേ, ഹല്ലേലൂയ, അതിന്റെ വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുന്ന ലാലു സാറിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദാസന്റെ കർത്താവ് യാത്രയിലൊക്കെ ദൈവത്തിന്റെ വലിയ ദൂതന്മാരെ കൊണ്ട് ദൈവം കാവലേൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരുന്ന ദിവസം നടത്താതിരിക്കുന്ന ആ ഓർഡിനേഷൻ ശുശ്രൂഷകളോടുകൂടെ ദൈവത്തിന്റെ വലിയ സഹിത്വം കാവൽ കൂടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കർത്താവെ ബൈബിൾ കോളേജിലെ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ ആ തിരുവചനം അത് ഹല്ലേലൂയ, അത് ഹല്ലേലൂയ ദൈവമേ, ഞങ്ങൾ ഏറ്റെടുപ്പാനും അത് കർത്താവിന്റെ വേലയിൽ കർത്താവ് വർദ്ധിച്ചു വരുവാനൊക്കെ ദൈവം കൃപ നൽകണമേ. പ്രത്യേക ഇവാഞ്ചലിസം ക്ലാസ് ഹല്ലേലൂയ കർത്താവ് ഇന്ന് പകൽക്കാലം ക്ലാസ് എടുക്കുന്ന ഹല്ലേലൂയ തിയോളജി ക്ലാസ് എടുക്കുന്ന കർത്താവെ മാത്യു സാറിനായി ദൈവത്തെ സമർപ്പിക്കുന്നു. തിരുവചനം അതിന്റെ ബഹുനിശ്ചയത്തോടും അധികാരത്തോടെ തന്നെ ഞങ്ങളോട് കർത്താവെ സംസാരിപ്പാൻ പറഞ്ഞു തരുവാൻ കർത്താവെ സാറിനെ ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. സകലവും ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥിയാചന കേട്ടനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് ബൈബിൾ വായിച്ചു തരുന്നത് പ്രിയ ബ്രദർ ജോൺസൺ ഗുജറാത്ത്. ഒന്ന് എഴുതി വെച്ചാൽ ജോൺസൺ ഗുജറാത്ത്, ബാബു ജോർജ്, അഞ്ജു സാറ, സുജ രാജു ആൻഡ് ബിൻസി. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ ഞാൻ ദോഹയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ അഗപ്പ ബൈബിൾ കോളേജിന്റെ ഡയറക്ടറായിരിക്കുന്ന പ്രിയ പാസ്റ്റർ ഷാജി കെ ദാനിയൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുകയും വളരെ കാര്യങ്ങളിൽ ഉത്തരവാദിത്വം വഹിക്കുകയും ചെയ്യുന്ന പ്രിയ പാസ്റ്റർ ലാലു ജേക്കബ്, കൂടാതെ രാജ്യത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് ദൈവവചന പഠനത്തിനായി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ഈ സമയം അറിയിക്കുകയാണ്. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് തിയോളജി എന്ന സബ്ജക്റ്റിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ബൈ സെക്ഷനായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരുന്നു. ആദ്യത്തെ സെക്ഷനായിട്ട് ബിബ്ലിയോളജി നമ്മൾ പഠിച്ചു, രണ്ടാമത് തിയോളജി പ്രോപ്പർ പഠിച്ചു, മൂന്നാമത് ഇപ്പോൾ ക്രിസ്റ്റോളജി, ക്രിസ്തുശാസ്ത്രമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുശാസ്ത്രത്തിൽ വളരെ പ്രസക്തമായ ഭാഗങ്ങൾ നാം ഓരോ ദിവസവും ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം നാം പഠിച്ചു നിർത്തിയത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആളത്വം. യേശു ക്രിസ്തുവിൻ്റെ ആളത്വം എന്നുള്ളൊരു പഠനം നമ്മൾ വളരെ ഡീപ്പായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, വാട്ട് ഈസ് ക്രിസ്റ്റോളജി, എന്താണ് ക്രിസ്തുശാസ്ത്രം എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരാൾ ചോദ്യം ചോദിക്കുക, എന്താണ് ക്രിസ്തുശാസ്ത്രം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ക്രിസ്തുവിനെ പറ്റി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ദ പേഴ്സൺ ആൻഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ്,
യേശുക്രിസ്തുവിന്റെ ആളത്വത്തെയും യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് പഠിക്കുന്നതാണ് ക്രിസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ആളത്വവും പ്രവർത്തനവും, അതിൽ നമ്മൾ ആളത്വം എന്ന ഹെഡിങ് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ആളത്വം? എന്താണ് ദ പേഴ്സൺ? പേഴ്സൺ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് തന്നെയാണ് ദൈവത്വവും മനുഷ്യത്വവും, ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു പഠനമാണ് ആളത്വത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ ആളത്വത്തിനകത്ത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ആളത്വം, യേശുക്രിസ്തുവിന്റെ പ്രീ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നിത്യപൂർവ അസ്തിത്വത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. അപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ ആളത്വത്തെ എതിർക്കുന്ന ചില ദുരുപദേശങ്ങളെ കുറിച്ച് നാം ഗഹനമായി അല്പം ബ്രീഫായിട്ടെങ്കിലും നമുക്കൊന്ന് പഠിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഇത്തരത്തിൽ അത് ഓർക്കുകയാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നിർത്തിയത് നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഡോസറ്റിസം, നോസ്റ്റിസിസം, അപ്പോൾ തന്നെ നാം പഠിച്ചുകൊണ്ടിരുന്ന എബ്യോണിസം, ഒക്കെ ആര്യനിസം, അപ്പൊ തന്നെ സബെലിനിസം, അപ്പല്ലോനിസം, നെസ്റ്റോറിനിസം, യൂത്തിക്കാനിസം, ഇവകളെ കുറിച്ചെല്ലാം നാം ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. വളരെ വ്യക്തമായി നമുക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെന്താന്ന് ചോദിച്ചാല് ചിലപ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാകാത്തവർ കാണും. ഈ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും എതിർക്കുന്ന ധാരാളം ദുരുപദേശങ്ങൾ 1-ാം നൂറ്റാണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതിൽ പ്രബലമായതാണ് ഡോസറ്റിസവും, നോസിസിസവും, എബ്യോണിസവും, ആര്യനിസവും ഒക്കെ. ആര്യനിസം ഒക്കെ വരുമ്പം ഏറെക്കുറെ 4-ാം നൂറ്റാണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഓരോ നൂറ്റാണ്ടുകളിലും ഇതിനെതിരുണ്ടായിരുന്നു. അങ്ങനെ വന്ന എതിരുകളിൽ ഇവകൾക്കെല്ലാം ചർച്ചിന്റെ കൗൺസിൽ കൂടിയിട്ട് ഈ ദുരുപദേശങ്ങളെ എതിർത്തിരുന്നു, കണ്ടം ചെയ്തിരുന്നു. അങ്ങനെ ഈ ദുരുപദേശങ്ങളെ കണ്ടം ചെയ്ത് അങ്ങനെ AD 325 നിഖ്യാ സുന്നഹദോസ്, 381 കോൺസ്റ്റാന്റിനോപ്പിൾ സുന്നഹദോസ്, അപ്പോൾ തന്നെ ഈ ഓരോ വർഷങ്ങളിൽ 451 നടന്ന കൽക്കദോനിയ സുന്നഹദോസ് അല്ലെങ്കിൽ ചാൾസിഡൻ സുന്നഹദോസ്, അതിലൂടെയായിരുന്നു ഇതിന് എതിരായി ശക്തമായ ചില ഉപദേശങ്ങൾ കൂടെ കൊണ്ടുവരാനായിട്ട് ഇടയായിത്തീർന്നു. അതായിരുന്നു യേശുക്രിസ്തു ഒരേ ഒരു വ്യക്തിയാണ്, 2 സ്വഭാവങ്ങളുണ്ട്, താൻ പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. ഇത് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് കണ്ടെത്തിയ കൺക്ലൂഷൻ. ഇതിനെ ബേസ് ചെയ്ത് വേണം എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളും ഉപദേശ സംഹിതകൾ നിർമ്മിക്കാനായിട്ട്. ഇപ്പൊ ഈ കാലഘട്ടങ്ങൾ ഒത്തിരി ദുരുപദേശങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. എന്താണ് ഈ ദുരുപദേശങ്ങൾ? ഈ ഉപദേശ സത്യങ്ങൾ ഗ്രഹിച്ചാൽ മാത്രമേ ദുരുപദേശം എന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഉപദേശം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് ദുരുപദേശം എന്താണെന്നും അറിയാനായിട്ട് സാധ്യമല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈക്വലാണ്. പിതാവിനേക്കാൾ താണവനല്ല പുത്രൻ, പുത്രനേക്കാൾ താണവനല്ല പരിശുദ്ധാത്മാവ്. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈക്വലാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വിശ്വാസം. ഇതിനെതിരായിട്ട് ആര് പറഞ്ഞാലും ആ വ്യക്തി ദുരുപദേശം തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അടിസ്ഥാന വേദോപദേശം നമ്മൾ ഗ്രഹിക്കണം. ഇപ്പൊ യഹോവ സാക്ഷികൾ ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഇനി ഇതിനെ ബേസ് ചെയ്ത് വേണം ഓരോന്നിനെ നമ്മൾ പഠിക്കാൻ. യഹോവ സാക്ഷികൾ എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടോ? യഹോവ സാക്ഷികൾ അവർ യഹോവയെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല, പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുന്നില്ല. അപ്പൊ നമ്മൾ അവരെ കുറിച്ച് പറയും യഹോവ സാക്ഷികൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയാൻ നമുക്ക് ആർജവത്വം ഉണ്ടായിരിക്കണം. എങ്ങനെ ആർജവത്വം ഉണ്ടാകുന്നത്? ഓഥന്റിക് ഒരു പഠനം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പൊ ആര്യനിസം എന്ന് പറയുന്ന ആര്യൻ എന്ന് പറയുന്ന ആള് പറഞ്ഞത് പിതാവിനേക്കാൾ താണവനാണ് പുത്രൻ, പുത്രനേക്കാൾ താണവനാണ് പരിശുദ്ധാത്മാവ്. ഇതിനെ ഖണ്ഡിച്ചു, ഇതിനെ എതിർത്തു. സാധ്യമല്ല, പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും തുല്യമാണ്, ട്രയൂൺ ഗോഡ്.
ഈ ആശയ സംഹിതകൾ കൊണ്ടുവന്നു. യേശു ക്രിസ്തുവിൽ വന്നപ്പോൾ ദൈവത്വവും മനുഷ്യത്വവും യേശുവിനുണ്ടായിക്കൂടാ. പകരം ഒന്ന് ദൈവത്വം മതി. അപ്പം അദ്ദേഹത്തിന്റെ മനുഷ്യത്വത്തെ ചോദ്യം ചെയ്തു. അല്ല, യേശു മനുഷ്യനാണ്, അപ്പൊ ദൈവത്വത്തെ ചോദ്യം. ഇങ്ങനെ ഒത്തിരി ദുരുപദേശങ്ങൾ കാലാകാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഞാൻ പറയട്ടെ, എൻ്റെ കിങ്ഡം ഓഫ് കൾട്സ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. കിങ്ഡം ഓഫ് കൾസ്, CULTS. കിങ്ഡം ഓഫ് കൾസിനകത്ത് 250 ദുരുപദേശ സംഘടനകളെ കുറിച്ചെങ്കിലും എഴുതിയിട്ടുണ്ട്. മോർമോണിസം, യൂണിഫൈഡ് ഫീൽഡ്, ധാരാളം കാര്യം. ആനി ബെസന്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഘടന ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം കൊണ്ടുവന്ന, ആനി ബെസന്റ് എന്ന് പറയുന്ന ആള് കൊണ്ടുവന്നത്, ഏറ്റവും പ്രധാനമായി വന്നത്, ഈ ആനി ബെസന്റ് ഒക്കെ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരായിരുന്നു. എന്നാൽ താൻ പ്രാർത്ഥിച്ച ചില വിഷയത്തിന് മറുപടി കിട്ടിയില്ല. മറുപടി കിട്ടാതെ വന്നപ്പോഴത്തേന് ഈ ക്രിസ്തുവിനെതിരായി. അങ്ങനെ ആനി ബെസന്റ് തന്റെ ജീവിതത്തിൽ നേരിട്ട ചില പ്രതിസന്ധിയുടെ പേരിൽ ഉടനെ യേശുവിനെ തള്ളിക്കളഞ്ഞു. നിങ്ങൾക്ക് ഒത്തിരി വ്യത്യസ്ത അനുഭവങ്ങൾ. യുയോമയ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യുയോമയ എന്ന് പറയുന്ന ഒരു സംഘടന, യുയോമയ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. ഈ സംഘടന, അതിൻ്റെ ആളെന്ന് പറയുന്ന ആളാണ് നമ്മൾ പറയുന്ന യൂസഫ് ജോസഫ് എന്ന് പറയും. അതിന്റെ ഫൗണ്ടർ യൂസഫ് ജോസഫ്. ഈ യൂസഫ് ജോസഫ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് വിദ്വാൻകുട്ടി എന്ന് പറയുന്ന ആൾ. യൂസഫ് ജോസഫ് പറഞ്ഞത്, ഞാന് 4ാമത്തെ അവതാരമാണെന്ന് പറഞ്ഞു. നോക്കണം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദെൻ യൂസഫ് ജോസഫ്. 4ാമത്തെ അവതാരമാണെന്ന് പോലും ക്ലെയിം ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ സഭയുടെ പേരാണ് യുയോമയ. ഇങ്ങനെ ധാരാളം ദുരുപദേശ സംഘടനകളുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് ഒരു ആശയം കൂടെ, ഒരു ദർശനം കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നിപ്പോ ഒത്തിരി ന്യൂജൻ ചർച്ചുകൾ ധാരാളം പൊങ്ങി വരുന്നുണ്ട്. ന്യൂജൻ ചർച്ചുകൾ വരുന്നതിനൊന്നും കുഴപ്പമില്ല, ന്യൂ ജനറേഷൻ ചർച്ചുകൾ. പക്ഷെ അടിസ്ഥാന വേദോപദേശം എന്താണെന്ന് എൻ്റെ വാത്സല്യ ശ്രോതാക്കൾ പഠിക്കണം. പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കാത്ത വിശ്വാസ സംഹിതകളെല്ലാം ദുരുപദേശങ്ങളാണ്. അതായിരുന്നു ചാൾസിഡൻ സുനഹദോസിൽ വെച്ച് ഡിക്ലയർ ചെയ്ത ട്രൂത്ത്. വി ബിലീവ് ഇൻ ട്രൈയൂൺ ഗോഡ്. പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കൂ, എന്തെങ്കിലും കുറെ ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ടോ ഒന്നുമല്ല കാര്യം. അടിസ്ഥാനപരമായി നമ്മൾ ഉപദേശങ്ങളിൽ നിൽക്കുവാൻ സന്നദ്ധരായിരിക്കണം. ശ്രദ്ധിക്കും. ഇനി ദ ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ഭാഗം ദ ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ദൈവത്വം എന്ന് പറയും. ക്രിസ്തുവിന്റെ ദൈവത്വം. മലയാളത്തിൽ എഴുതുന്നത് ദൈവമായിട്ടൊന്ന് എഴുതിക്കൂ. ക്രിസ്തുവിന്റെ ദൈവത്വം. ക്രിസ്തുവിന്റെ ദൈവത്വം. യേശു ക്രിസ്തു ദൈവമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണുമടച്ച് യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയാം. 10 പ്രാവശ്യം ദൈവമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല, തെളിവ് കൊടുക്കണം. കാലഘട്ടങ്ങളിൽ നമ്മൾ തെളിവ് കൊടുത്തേ പറ്റൂ. ഒരാൾ ചോദിക്കുക യേശു ദൈവമാണോ, നമ്മൾ തെളിവ് കൊടുക്കണം. വെറുതെ ദൈവമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ കാലഘട്ടങ്ങളിൽ നമുക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു കൂട്ടിക്കും, പക്ഷെ ഇന്ന് നമുക്ക് സാധ്യമല്ല. പകരം നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം, യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ ആണ് എന്ന് നമ്മൾ കാര്യകാരണ സഹിതം തെളിയിച്ചു കൊടുക്കണം. അപ്പൊ ആ ഒരു പഠനമാണ് നാം ഇപ്പോൾ നടത്താൻ പോകുന്നത്. ശ്രദ്ധിക്കൂ, ദ ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ദൈവം. ആദ്യം ദൈവത്വം പഠിക്കും, പിന്നെ മനുഷ്യത്വം പഠിക്കും. ഞാനിത് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. ഒന്ന് ദൈവത്വത്തെ കുറിച്ച് പഠിക്കുക. അപ്പൊ നോക്കൂ, യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5-6 പാഠങ്ങളെങ്കിലും ഉണ്ട്. അതിൽ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവിക നാമങ്ങളെ, യേശുവിന് ഉപയോഗിച്ച നാമങ്ങൾ, ആ നാമങ്ങൾ നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നോക്കാം. ക്രൈസ്റ്റ് ഡിവൈൻ നെയിം, യേശു ക്രിസ്തുവിന്റെ ദൈവിക നാമങ്ങൾ. അതാണ് ഒന്നാമത്തെ പാഠം. പാഠം നമ്പർ 1, യേശു ക്രിസ്തുവിന്റെ ദൈവിക നാമങ്ങൾ. യേശു ക്രിസ്തുവിന് ഉപയോഗിച്ച നാമങ്ങൾ യേശു ദൈവമാണെന്ന് ഷോ ചെയ്യുന്നുണ്ടോ, യേശു ദൈവമാണെന്ന് തെളിയിക്കപ്പെടുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ അന്വേഷണം. ശ്രദ്ധിക്കൂ, നമ്പർ 1. അപ്പം ദൈവം എന്ന യേശു ക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്നു.
യേശു ക്രിസ്തുവിനെ ദൈവമെന്ന് സംബോധന ചെയ്തിരിക്കുന്നു. നോക്കൂ, യെശയ്യാ പ്രവാചക പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. യെശയ്യാവ് 9-ാം അധ്യായം 6-ാം വാക്യം. അതിനകത്ത് യേശു ക്രിസ്തുവിനെ ദൈവം എന്ന് വിളിച്ചിരിക്കുന്നു. ഇവിടെ മൈറ്റി ഗോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മൈറ്റി ഗോഡ്, വീരനാം ദൈവം, ശക്തനായ ദൈവം ഉണ്ടോ, വീരനാം ദൈവം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. യെശയ്യാ 9:6. ഓക്കെ, ഒന്ന് വായിച്ചോളൂ, ഒരു വാക്യം ഒന്ന് വായിച്ചോളൂ. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. മതി, ശ്രദ്ധിച്ചേ, വീരനാം ദൈവം. നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യത്തിന്റെ തോളിലുണ്ട്. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അത്ഭുത മന്ത്രി. മതി, ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. എന്നാന്നറിയാം, ഈ നമ്മൾ ഇത് കഴിഞ്ഞ് കേൾക്കുമ്പോഴാണ് അതിന്റെ അരോചകത്വം മനസ്സിലാകുന്നത്. നമ്മള് ഇതിന് ശേഷം നമ്മൾ യൂട്യൂബിൽ കേൾക്കുമ്പം ഈ രണ്ട് വോയിസുകൾ തമ്മിൽ ഒരിക്കലും കോയിൻസൈഡ് ചെയ്യത്തില്ല, കേൾക്കത്തില്ല ആൾക്കാർക്ക്. പ്ലീസ് ദയവായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്തില്ലെങ്കിൽ അതും ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് പ്ലീസ് രാജു അൺമ്യൂട്ട് ചെയ്യണം. പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കണേ. മൈറ്റി ഗോഡ്, വീരനാം ദൈവം, വീരനാം ദൈവം. അപ്പം യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവം എന്ന് സംബോധന ചെയ്തിരിക്കുക. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, വീരനാം ദൈവം. അപ്പൊ യേശു ക്രിസ്തു വീരനാകുന്ന ദൈവമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഒരു വാക്യമായ യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യം നമുക്ക് കാണാൻ അറിയാവുന്ന വാക്യ, വായിക്കണമെന്നില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഉണ്ടോ? ദ വേർഡ് ഗോഡ്, വചനം ദൈവമായിരുന്നു. വചനം ദൈവം എന്ന് നമുക്ക് മലയാളത്തിൽ എഴുതാം. വചനം ദൈവം. ആ വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അത് കർത്താവ് യേശു ക്രിസ്തു തന്നെ. അങ്ങനെയെങ്കിൽ വചനം ജഡം, വചനം ദൈവം. അപ്പം യേശു ക്രിസ്തുവിനെ ദൈവം എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. യോഹന്നാൻ 1:18 ദ ഓൺലി ബിഗോട്ടൻ സൺ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഉണ്ടോ? അവന്റെ ദ ഓൺലി ബിഗോട്ടൻ സൺ, തന്റെ ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഏകജാതനായ പുത്രൻ, ഏകജാതനായ ദൈവം എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷം 20:28. ഓക്കെ, അത് ജോൺസൺ ബ്രദർ വായിക്കും. ഓക്കെ, യോഹന്നാൻ 20:28. എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. മതി 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 സിനഫ്. ശ്രദ്ധിക്കുക, തോമസ് ലീഹ യേശുവിന്റെ ശിഷ്യനായിരുന്ന തോമസ് ഇല്ലാഞ്ഞ ഒരവസരത്തിൽ യേശു ക്രിസ്തു അടച്ചിട്ട മുറിക്കകത്ത് പ്രത്യക്ഷപ്പെട്ടു. ശിഷ്യന്മാര് പറഞ്ഞു യേശു പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. തോമസ് പറഞ്ഞു അവനെ കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല, അവന്റെ വിലാപ്പുറത്ത് എന്റെ കൈയിടാതെ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് പറഞ്ഞു. അതുകൊണ്ട് മറ്റൊരു ദിവസം തോമസ് ഉള്ള സമയത്ത് യേശു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് യേശു ക്രിസ്തു തോമസിനെ വിളിച്ചു. ഹലോ തോമസ്, നീങ്ങി വരാൻ പറഞ്ഞു. നിന്റെ വിരലുകൾ എന്റെ വിലാപ്പുറത്തിട്ട് നോക്കൂ, എന്റെ കൈകൾ കാണൂ എന്ന് പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞ മറുപടിയാ, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. അപ്പൊ 3 കൊല്ലം യേശുവിനെ ഫോളോ ചെയ്ത തോമസ് ലീഹ യേശു ക്രിസ്തുവിനെ വിളിച്ചത് മൈ ഗോഡ് എന്ന്, എന്റെ ദൈവമേ എന്നാണ് വിളിച്ചത്. കേട്ടോ, എത്ര ഗൗരവമാന്ന് നോക്കി. എന്റെ ദൈവമേ, എന്റെ ദൈവവും എന്റെ കർത്താവുമായുള്ളവേ. അപ്പൊ യേശുവിനെ എന്റെ ദൈവം എന്ന് വിളിച്ചു.
നെക്സ്റ്റ് വൺ റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഓക്കെ, അഞ്ചു സാറാ വായിച്ചോളൂ. റോമാലേഖനം 9-ാം അധ്യായം 5-ാം വാക്യം. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ഓക്കെ, അവൻ സർവത്തിനും മീതെ, എല്ലാവരുടെയും ദൈവം. ക്രൈസ്റ്റ് ഈസ് ഓവർ ഓൾ, ദ ഇറ്റേണലി ബ്ലെസ്ഡ് ഗോഡ്. അവൻ എല്ലാവർക്കും മീതെ ദൈവം. എത്ര കറക്റ്റ് ആയിട്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വായിച്ചത് നമ്മൾ കേട്ടല്ലോ. ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുക, അവൻ എല്ലാവർക്കും മീതെ ദൈവം. ശ്രദ്ധിക്കൂ, 1 തീമോഥെയോസ് 3:16 നോക്കൂ. സുജ, രാജു, 1 തീമോഥെയോസ് 3:16. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു. ഓക്കെ, ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ദൈവം ഇവിടെ ജഡത്തിൽ വെളിപ്പെട്ടു എന്നവിടെ എഴുതി വെച്ചിരിക്കുക. അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച്, അല്ലാതെ വേറെ ആരെ കുറിച്ച? അപ്പൊ നാം മനസ്സിലാക്കുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, അതാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. ഇനിയും നമ്മൾ അടുത്തൊരു വാക്യം നോക്കിക്കോളൂ. ടൈറ്റസ്, തീത്തോസ് 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അടുത്ത ഒരു ബാബു എന്ന് പറഞ്ഞൊരു പേര് ഇടയ്ക്ക് പാസ്റ്റർ ലാലുജിയൊക്കെ പറഞ്ഞിരുന്നു. ഉണ്ടെങ്കിൽ വായിക്കാനില്ലേ? നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. നോക്കുക, മഹാദൈവം എന്നുപയോഗിച്ചില്ലേ? മഹാദൈവം. ശ്രദ്ധിക്കൂ, യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ മഹാദൈവം, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. എത്ര ക്ലിയർ ആയിട്ടാണ്. ഹി ഈസ് ഗ്രേറ്റ് ഗോഡ്. എബ്രായലേഖനം 1-ാം അധ്യായത്തിന് 8-ാം വാക്യത്തിലേക്ക് വരാമോ? ജോൺസൺ ബ്രദർ വായിച്ചിട്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 1:8. എബ്രായലേഖനം 1-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പുത്രനോടോ ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. മതി മതി, ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് സത്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്? വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, പുത്രനോടോ. അപ്പൊ നോക്കിയേ, പിതാവാൻ ദൈവം പുത്രനെ വിളിക്കുന്ന പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവമേ, നിന്റെ സിംഹാസനം എന്നുമെന്നേക്കുമുള്ളതാകുന്നു. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോ നിങ്ങൾക്കൊരു സംശയം, പിതാവ് തന്നെയാണോ പറയുന്നത്? 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി, വേഴ്സ് 7. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അവൻ ഓക്കെ, ദൂതന്മാരെ ഓരോന്നാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. പുത്രനോടോ ഉണ്ടോ എന്ന് അവൻ പറയുന്നു. പിതാവ് പറയുന്ന കാര്യം അവൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുക, പിതാവ് പുത്രനെ വിളിക്കുന്നത് പുത്രനോടോ ദൈവമേ. മതിയല്ലോ, ദൈവമേ. പുത്രനെ വിളിക്കുന്ന പേര് ദൈവമേ എന്നാണ്. പിതാവ് പുത്രനെ വിളിക്കുന്നത് ദൈവമേ എന്നാണ്.
എബ്രായർ 1 1 മുതൽ 10 വരെ നിങ്ങൾ 10 മണിക്ക് ശേഷം ഒന്ന് വായിച്ചു നോക്കണം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖേന അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖേന നമുക്ക് സകലവും നൽകിയിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി തീർത്തു. 1 by 1 ആയിട്ട് എഴുതിയിരിക്കുക. എന്നിട്ട് എഴുതി അവൻ ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സമസ്ത ദൂതന്മാരും അവനെ ആരാധിക്കണമെന്ന് എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെ ആരാധ്യ പുരുഷനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? എന്ത്? നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും പറഞ്ഞോ? ഇല്ല. എന്നാൽ പുത്രനോട് ദൈവം പറയുകയാണ്, പിതാവ് പറയുകയാണ്, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ ആധികാരികമായിട്ട് തന്നെ നമ്മൾ യേശു ക്രിസ്തുവിനെ പഠിക്കണം. യേശു എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ആരാണ് യേശു ക്രിസ്തു? യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. ദൈവം എന്ന പേര് ഇത്രയും തെളിവുകൾ വന്നു. 1 യോഹന്നാൻ 5:20 വായിക്കുമോ? അടുത്ത ഒരാൾ വായിച്ചോളൂ. 1 യോഹന്നാൻ 5:20. ഓക്കെ, 5 എടുക്കാമെങ്കിൽ വായിച്ചോളൂ. 1 യോഹന്നാൻ 5:20. ഞാൻ ദൈവം പുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തെ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. എത്ര ക്ലിയർ ആണെന്ന് നോക്കിയേ. അവൻ സത്യദൈവമാണ്, ട്രൂ ഗോഡ്. നിത്യജീവനും എന്നാണ്. ട്രൂ ഗോഡ്, സത്യദൈവമാകുന്നു. ഇത്രയും വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തല്ലോ. വീരനാം ദൈവം, വചനം ദൈവം, തൻ്റെ ഏകജാതനായ പുത്രനാം ദൈവം, എൻ്റെ ദൈവം, മൈ ഗോഡ്, എല്ലാവർക്കും ദൈവം. ക്രൈസ്റ്റ് ഈസ് ഓവർ ഓൾ. ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ദൈവം ഇവിടെ ജഡത്തിൽ വെളിപ്പെട്ടു. തീർന്നില്ല. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. എബ്രായ ലേഖനം, എൻ്റെ ദൈവമേ ദൈവമേ നിന്റെ സിംഹാസനം. 1 യോഹന്നാനിൽ ട്രൂ ഗോഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക. അപ്പൊ ദൈവം എന്ന പദം. ഇനി രണ്ടാമത്തെ പദം ദ ലോർഡ് എന്ന പദം, അല്ലെങ്കിൽ കർത്താവ് എന്ന പദം. ദൈവം എന്നുള്ളതിന് തിയോസ് എന്ന് പറഞ്ഞു, കർത്താവ് എന്നുള്ളതിന് കൂറിയോസ് എന്നാണ്. നമ്മള് തിയോളജി പ്രോപ്പർ പഠിച്ചതല്ലേ? കൂറിയോസ്. നോക്ക്, ദ ലോർഡ്, ദാറ്റ് മീൻസ് കൂറിയോസ്. കർത്താവ് എന്ന് മലയാളത്തിൽ പറയും. കർത്താവ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് എന്ന പദം ബൈബിളിൽ എവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? യേശുവിനെ കർത്താവ് എന്ന് പറയുന്നുണ്ടോ? അപ്പോസ്തലർ പറഞ്ഞ 4-ാം അധ്യായം 26-ാമത്തെ വാക്യം ബ്രദർ ബാബു ജോർജ് വായിക്കുമല്ലോ. ആദ്യം ബാബു ജോർജ്. ആക്ട്സ് 4:26. ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. മതിയോ? അവിടെ കണ്ടോ, കർത്താവിന് വിരോധമായി എന്ന് ഉപയോഗിച്ചിരിക്കുക. കർത്താവിന് വിരോധമായി. അപ്പം യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് ആ വാക്യത്തിൽ സംബോധന ചെയ്തിരിക്കുകയാണ്. ഓക്കെ, 33-ാമത്തെ വാക്യം. അപ്പോസ്തലന്മാർ മഹാശക്തിയോട് കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മതി. കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. കർത്താവായ യേശു. എത്ര ക്ലിയർ ആണ്! കർത്താവ് എന്ന പദം യേശു ക്രിസ്തുവിന് നൽകിയിരിക്കുകയാണ്. 22-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ബ്രദർ ജോൺസൺ പ്ലീസ്. കർത്താവേ, നീ ആര് എന്ന് ഞാൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന നസറനായ യേശു ആകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് ഡമാസ്കസിൽ വെച്ച് കർത്താവേ നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പം നീ ഉപദ്രവിക്കുന്ന നസറനായ യേശു ആകുന്നു ഞാനെന്ന് പറഞ്ഞു.
അപ്പൊ യേശുവിനെ കർത്താവ് എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. വേഴ്സ് 19 19 കൂടെ ഒന്ന് വായിച്ചു. അതിന് ഞാൻ, കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിത്തോറും അടിപ്പിക്കുകയും ചെയ്തു എന്നും നിന്റെ സാക്ഷിയായ സ്തെഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച് അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. മതി മതി മതി, നമ്മുടെ പോയിന്റിൽ നിർത്തിയാൽ മതി. കർത്താവ് എന്ന് വന്നു കഴിയുമ്പോൾ പിന്നെ നിർത്തിയാലും വിരോധമൊന്നുമില്ല. കർത്താവ് ഉണ്ടോ? കർത്താവ് യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം മറ്റൊരാളെടുക്കുമല്ലോ. സുജ. യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഉണ്ടോ? എത്ര ക്ലിയർ ആണ്. യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് ഏറ്റുപറയേണ്ടി വരും. അപ്പൊ യേശുവാണ് കർത്താവ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരും. ഓക്കെ, അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്കവിടെ ലഭിച്ചിരിക്കുകയാണ്. കർത്താവ് ഒരുവൻ, കർത്താവ് ഒരുവൻ. അപ്പൊ കർത്താവ് എന്ന പദം വളരെ വ്യക്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അതിന് തന്നെ കർത്താവ് എന്നുള്ളതിന് തന്നെ ദ ലോർഡ് ഓഫ് ഓൾ, എല്ലാവർക്കും കർത്താവ് എന്ന മറ്റ് ഈ 3 വേദഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 3 വേദഭാഗവും നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഒരു വേദഭാഗം വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 36. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 10-ാം അധ്യായം 36-ാം വാക്യം. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ. ഓക്കെ, അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, അവൻ എല്ലാവരുടെയും കർത്താവ്. ഓക്കെ, അപ്പൊ നാം വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണത്. എല്ലാവരുടെയും കർത്താവ്, ദ ലോർഡ് ഓഫ് ഓൾ. ബാക്കി വാക്യങ്ങളും അതുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. വായിക്കാൻ നമുക്ക് സമയം എടുക്കുന്നില്ല. റോമർ 10:9, റെവലേഷൻ 10, വെളിപ്പാട് പുസ്തകം 19-16 അവിടെയൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വൺ, ദ ലോർഡ് ഓഫ് ഗ്ലോറി, തേജസ്സിന്റെ കർത്താവ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ ഒന്നെടുക്കാമോ? 1 കൊരിന്ത്യർ 2-ാം അധ്യായം 7-8 വാക്യം. ദൈവം ബാബു ജോർജ്. നമ്മുടെ തേജസ്സിനായി മുന്നിമീച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ശ്രദ്ധിക്കുക, അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അപ്പൊ തേജസ്സിന്റെ കർത്താവ് എന്നവിടെ ഉപയോഗിച്ചിരിക്കുക, തേജസ്സിന്റെ കർത്താവ്. അപ്പൊ നോക്കിയ കർത്താവ് എന്നുള്ളതിനകത്ത് തന്നെ ദ ലോർഡ് ഓഫ് ഓൾ, എല്ലാവരുടെയും കർത്താവ്, തേജസ്സിന്റെ കർത്താവ് എന്നിങ്ങനെ ചില വിശേഷണങ്ങൾ കൂടെ ചേർത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. Then the third one, the holy one, പരിശുദ്ധനാണ്. നമ്മുടെ യേശു ക്രിസ്തുവിനെ പരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ വാക്യങ്ങൾ പുതിയ നിയമത്തിൽ പരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം, 3-ാം അധ്യായം 14-ാം വാക്യം, അവിടെയെല്ലാം പരിശുദ്ധൻ എന്ന് ഉപയോഗിച്ചിരിക്കുക. ഓക്കെ, 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. ഓക്കെ, 3:14 വായിച്ചോളൂ. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, ലോക അപവാദകനായവനെ വിട്ടുതരേണം എന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു. ഓക്കെ,
അപ്പൊ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, പരിശുദ്ധനായവനെ നിങ്ങൾ കൊന്നുകളയുവാൻ തയ്യാറായി. ജീവനായകനെ കൊന്നു. എന്നാൽ കൊലപാതകനെ നിങ്ങൾ ചോദിച്ചു. കൊലപാതകനെ ചോദിച്ചെന്ന് പറഞ്ഞാൽ ആരുടെ കാര്യമാണ്? ബറാബാസിന്റെ കാര്യമാണ്. ബറാബാസ് എന്ന കൊലപാതകനെ നിങ്ങൾ വേണമെന്ന് പറഞ്ഞു. പരിശുദ്ധനായ യേശുവിനെ കൊന്നുകളയുവാൻ നിങ്ങൾ തയ്യാറായി. അപ്പൊ പരിശുദ്ധനെന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുക. ബാക്കി വാക്യം ഞാൻ വിട്ടുകളഞ്ഞ ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ 4-ാം വാക്യം. ഇടയ്ക്കത്തെ വാക്യത്തിനകത്തെല്ലാം ഉണ്ട്. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. കർത്താവേ, ആര് നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മൗത്തപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്നു തിരുസന്നിധിയിൽ നമസ്കരിക്കും. എത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്. നീയല്ലോ ഏക പരിശുദ്ധൻ. ഓ, ഇതിക്കുള്ളൊക്കെ നമുക്ക് ബൈബിളിൽ നിന്ന് എന്തോ തെളിവ് വേണ്ടിയേ? കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതിരിക്കും, നീയല്ലോ ഏക പരിശുദ്ധൻ. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പരിശുദ്ധൻ എന്ന് ഒത്തിരി വാക്യങ്ങളിൽ അഡ്രസ് ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധൻ. നെക്സ്റ്റ് വൺ, ദ ഓൺലി ബിഗോട്ടൻ സൺ. ഉണ്ടാവും. ഏകജാതനായ പുത്രൻ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുക. ഏകജാതനായ പുത്രൻ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിക്കോളൂ. നമുക്കറിയാവുന്ന വാക്യ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മതി. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പൊ ഏകജാതനായ പുത്രൻ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വെളിപ്പാട് പുസ്തകം 1-8 ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് കിടക്കുകയാണ്. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് എന്നരുളി ചെയ്യുന്നു. ഓക്കെ, മതി. ശ്രദ്ധിക്കുക. ആൽഫയും ഒമേഗയും, ഇരുന്നവനും വരുന്നവനും സർവശക്തിയുള്ള ദൈവവും. എന്തു ഈ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇതിനോടകം നിങ്ങൾ അറിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഈ ഗ്രീക്ക് ഭാഷയുടെ ആദ്യത്തെ ലെറ്ററിനെയാണ് ആൽഫ, അവസാനത്തെ ലെറ്ററാണ് ഒമേഗ. ഈ എബ്രായ ഭാഷ വരുമ്പോൾ ആദ്യത്തെ ആലഫ് എന്ന്, ആൽഫ അല്ല ആലഫ്. ആലഫ് ബത്ത് ഗീമൽ ദാലത്ത് എന്ന് പറഞ്ഞാണ് എബ്രായ ഭാഷ. പക്ഷെ ഗ്രീക്കിലെ ഭാഷ എന്ന് പറയുന്നത് ആൽഫ, ബീറ്റ, ഗാമ, തീറ്റ, ഫൈ, ഹായ്, ഫൈ, ഇങ്ങനെ അങ്ങോട്ട് അവസാനത്തെ ലെറ്ററാണ് ഒമേഗ. ഒമേഗ എന്ന് ഡബ്ല്യു ഇങ്ങനെ തിരിച്ചെടുത്താണ് ഒമേഗ. അപ്പൊ ആൽഫ ആൻഡ് ഒമേഗ, ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് പറഞ്ഞതിന് അർത്ഥം പണ്ടാള് പറഞ്ഞ പോലെ ആകില്ല. പണ്ടാള് ആദ്യം കുറ്റമല്ല വായിച്ചു വന്നപ്പം അതേ ആൽഫയൊക്കെ വായിച്ചു, പക്ഷെ രണ്ടാമത്തേന് ഓമയ്ക്കാന്നാ വായിച്ചത്. ഒമേഗ എന്ന് ഓമയ്ക്കാന്നങ്ങ് വായിച്ചുകള്. ഓക്കെ, അപ്പൊ അങ്ങനെയൊന്നും കയറി വായിച്ചുകളെ വായിച്ച കുഴപ്പമില്ല, കാരണം നമുക്കറിയത്തില്ലല്ലോ. പക്ഷെ ഇനിയും ബൈബിൾ കോളേജ് പഠിക്കുന്നവരാണ് തെറ്റായി വായിക്കരുത്. ഒമേഗ എന്നാണ്, ആൽഫ ആൻഡ് ഒമേഗ. ഗ്രീക്കിലെ ആദ്യത്തെ ലെറ്ററാണ് ആൽഫ, അവസാനത്തെ ലെറ്ററാണ് ഒമേഗ. എന്ന് പറഞ്ഞാൽ ആദ്യനും അന്ത്യനും ഉണ്ടോ? എത്ര അതിനകത്തെ അർത്ഥം, അതിൽ കൂടിയ അർത്ഥങ്ങളൊന്നുമില്ല. എ ടു ഇസഡ് മെയിൻ്റനൻസ് എന്ന് ബോർഡ് ചിലപ്പോൾ ചില വർക്ക്ഷോപ്പിന് മുമ്പിൽ എഴുതിയിട്ടുണ്ട്. എ ടു ഇസഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ അർത്ഥം തന്നെ എല്ലാ മെയിൻ്റനൻസും ചെയ്യുമെന്നേ അർത്ഥമുള്ളൂ. ഇതാണ് ആൽഫ ടു ഒമേഗ, ആൽഫ ആൻഡ് ഒമേഗ. യെസ്, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഉണ്ടോ? അടുത്ത വാക്യത്തിൽ ഉപയോഗിച്ചത് വെളിപ്പാട് പുസ്തകം തന്നെ, അതേ പേജ് തന്നെ 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഞാൻ ആദ്യനും അന്ത്യനുമാകും. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു.
എത്ര ക്ലിയർ ആണെന്ന് നോക്കിയേ. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവരുമാകും. ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. അതാണ് എന്റെ ശരിയായ അർത്ഥം. ഞാനാണ് ആദി, ഞാനാണ് അവസാനം. ആദിയും അന്തവും ഞാനാകുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-23 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മാനവവർഗത്തിന്റെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് ദൈവം നമ്മോട് അത്തോളം ഇമ്മാനുവേൽ. ഓക്കെ, മത്തായി 1:22. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും കണ്ടോ? എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്ത് നിവൃത്തിയാക്കുവാൻ ഇതൊക്കെയും സംഭവിച്ചു. നോക്കുക, എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. കന്യക ഗർഭിണിയായ മകനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. മത്തായി സുവിശേഷം തന്നെ 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. മത്തായി സുവിശേഷം 16:16. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ അരിമ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ പോവുക. അരിമ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഫിലിപ്പിന്റെ കൈസരിയ വഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന വഴിക്കാണ് പെട്ടെന്ന് യേശു ക്രിസ്തു ചോദിച്ചു, എല്ലാവരും എന്നെക്കുറിച്ച് എന്താ പറയുന്നത്? ഒരു നമ്മുടെ ഭാഷയിൽ ഫീഡ്ബാക്ക് ചോദിച്ചു. എല്ലാവരും ഒക്കെ എന്നെക്കുറിച്ച് എന്നതാ പറയുന്നതെന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, അവർക്ക് മറ്റൊന്ന് ആലോചിക്കാനൊന്നും ഇല്ലായിരുന്നു. അന്നേരം ഉത്തരം പറഞ്ഞു, ആഹാ, അത്രേ ഉള്ളോ? നീ ഒരു പ്രവാചകനാന്ന് പറയുന്നുണ്ട്. ആ പ്രവാചകനാണ് ഏതോ അല്ലെങ്കിൽ ഇരമ്യാവോ മറ്റോ വല്ലോ ആണ് എന്ന് പറയുന്നുണ്ട്. തീർന്നില്ല, ഏലിയാവാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പല ഉത്തരങ്ങൾ പറഞ്ഞു. യേശുക്രിസ്തു തന്നെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് കേട്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു, ശരിയാ, ഒരു കാര്യം ചെയ്യും, ജനങ്ങൾ അങ്ങനെ പറയട്ടെ, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഉടനാണ് പത്രോസ് പറഞ്ഞ വാക്ക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകും. ഉണ്ടോ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, യു ആർ സൺ ഓഫ് ഗാഡ്. ഉടനെ യേശു ക്രിസ്തു കൊടുത്ത മറുപടി എന്നതാണ്, നീ പറഞ്ഞ ശരി തന്നെയാണ്, ബറിയോനാ ശിമോനേ, ജലരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്, എന്റെ പിതാവായ ദൈവമത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പൊ ദൈവമാണ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. എത്ര ക്ലിയർ കട്ട് പിക്ചറാന്ന് നോക്കിയേ. വെളിപ്പാട് ദിവസം 3:14, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3:14. എന്താണ് വെളിപ്പാട് 3:14 പറഞ്ഞിരിക്കുന്നത്? ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആയവൻ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. മതി, ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. ഉണ്ടോ? ആമേൻ, ആമേൻ, ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. എത്ര ക്ലിയർ ആയിട്ടാണ് വിശുദ്ധ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ലാസ്റ്റ് വൺ, നമ്പർ 10, 10ാമത്തെ കാര്യം ഇവിടെ ഞാൻ എഴുതി, ഫസ്റ്റ് ബോൺ, ആദ്യജാതൻ. വെളിപ്പാട് ദിവസം 1:5, കൊലോസ്യർ 1:18, എബ്രായർ 1:6. അതെ, ഈ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് കാണാം. വെളിപ്പാട് ദിവസം 1:5, മരിച്ചവരിൽ ആദിജാതനും ഭൂരാജക്കന്മാർക്ക് അധിപതിയും ആയ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. മതി, മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റവൻ. ഉണ്ടോ? മരിച്ചവൻ, അത് തന്നെയാണ് കൊലോസ്യർ 1:18 എഴുതിയിരിക്കുന്നത്. മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റവൻ യേശു ക്രിസ്തു ആകുന്നുവെന്ന് കൊലോസ്യർ 1:18 എഴുതിയിരിക്കുന്നു. എബ്രായർ 1:6 എഴുതിയിരിക്കുന്നു. പ്രിയരെ, എന്താണ് ഇതിന്റെ അർത്ഥം? മരിച്ചവരിൽ നിന്ന് ആദ്യജാതനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആദ്യ ഫലം, ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് ഉപയോഗിക്കാം. ആദ്യ ഫലം വന്നാൽ എന്റെ അർത്ഥം പിന്നാലെ ഫലങ്ങൾ ഉണ്ടെന്നാണ്. അതാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലൊക്കെ എഴുതിയിരിക്കുന്നത്. മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റവനാണ് ക്രിസ്തു. അതാണ് ആദ്യ ഫലം ക്രിസ്തു. പിന്നെ
ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. ഇതിന്റെ എല്ലാ ആത്യന്തികമായ ലക്ഷ്യം മനസ്സിലായോ? നമ്മളിപ്പോൾ 10 കാര്യങ്ങൾ പഠിച്ചു. 10 കാര്യം. ഒന്നാമത്തെ കാര്യം തിയോസ് അല്ലെങ്കിൽ ഗോഡ്. രണ്ടാമത് പഠിച്ചു ദ ലോർഡ് അല്ലെങ്കിൽ കുറിയോസ്. മൂന്നാമത് പഠിച്ചു പരിശുദ്ധനായവൻ. 4 ഓൺലി ബിഗോട്ടൺ സൺ, ഏകജാതനായ പുത്രൻ. 5 ആൽഫ ആൻഡ് ഒമേഗ. 6 ആദ്യനും അന്ത്യനും. 7 ഇമ്മാനുവേൽ. 8 ദൈവപുത്രൻ. 9 ആമേൻ. 10 ആദ്യജാതൻ. അപ്പോൾ തന്നെ ഫസ്റ്റ് ബോൺ, അപ്പോൾ തന്നെ ഫസ്റ്റ് ഫ്രൂട്ട്. നിങ്ങൾ ശ്രദ്ധിക്കൂ. നെക്സ്റ്റ് വൺ, ദ ഡിവൈൻ ആട്രിബ്യൂട്ട്സ് ആർ മാനിഫെസ്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. അപ്പം യേശു ക്രിസ്തുവിന് കൊടുത്ത ദൈവിക നാമങ്ങൾ ആണ് നാം ഇപ്പോൾ ഇവിടെ തീർന്നത്. നെക്സ്റ്റ് വൺ, ഡിവൈൻ ആട്രിബ്യൂട്ട്സ് ആർ മാനിഫെസ്റ്റഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞതിന് അർത്ഥം ദൈവിക വിശേഷ ലക്ഷണങ്ങൾ ക്രിസ്തുവിൽ വിളങ്ങുന്നു. തിയോളജി പ്രോപ്പർ ക്ലാസ് നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എന്തായിരുന്നു ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്? പഠിക്കാൻ എളുപ്പം ഞാൻ പറയാം. ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്: ദൈവം നിത്യനാണ്, ദൈവം സർവ്വവ്യാപിയാണ്, ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആട്രിബ്യൂട്ട്സ് യേശു ക്രിസ്തുവിലുണ്ടോ? യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ യേശുവും ദൈവമാണ്. ഇതാണ് നമ്മൾ പറയുന്ന രണ്ടാമത്. ഒന്നാമത് ഡിവൈൻ നെയിം, രണ്ടാമത് ഡിവൈൻ ആട്രിബ്യൂട്ട്സ്. ഡിവൈൻ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, നോക്കാം. വിശേഷ ലക്ഷണങ്ങൾ യേശു ക്രിസ്തു ഉണ്ടായിരുന്നോ? ഒന്ന്, സെൽഫ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്വയംഭൂവാണോ? യേശു ക്രിസ്തു സ്വയംഭൂവാണോ? നമുക്ക് സംശയം വരുന്നേ. മറിയയുടെ മകനല്ലേ യേശു? ജോസഫിന്റെ മകനല്ലേ യേശു? അപ്പൊ പിന്നെ യേശു എങ്ങനെയാ സ്വയംഭൂവാകുന്നേ? യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം ഒന്ന് എടുക്കൂ. ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 26. പിതാവിന് തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. ഓക്കെ, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുമാറ് വരം നൽകിയിരിക്കുന്നു. എന്താ വാക്കിന്റെ അർത്ഥം? പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്. അതിന്റെ അർത്ഥം പുത്രൻ സെൽഫ് എക്സിസ്റ്റന്റ് ആണ്. യോഹന്നാൻ സുവിശേഷം 15:5 അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇപ്പോൾ പിതാവേ. ലോകമുണ്ടാകുന്നതിന് മുൻപ് ഉണ്ടോ? ലോകമുണ്ടാകുന്നതിന് മുൻപ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ. എന്തായതിനർത്ഥം? സെൽഫ് എക്സിസ്റ്റന്റ് ആണ് ഗോഡ്. സ്വയംഭൂവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഓക്കെ, യേശു ക്രിസ്തു സ്വയംഭൂവാണ്. യേശു ക്രിസ്തു മാറ്റമില്ലാത്തവനാണോ? ഇമ്മ്യൂട്ടബിലിറ്റി ഉണ്ടോ? അൺചേഞ്ചബിൾ ആണോ? നോക്കൂ, ഇമ്മ്യൂട്ടബിലിറ്റി നമുക്ക് നോക്കാം. എബ്രായർ ലേഖനം 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒരാളെന്ന് എടുക്കുമോ? എബ്രായർ 13:8. യേശുക്രിസ്തു അനന്യൻ തന്നെ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോറെവർമോർ. ഉണ്ടോ? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അനന്യൻ എന്നുള്ള ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്ന പദം ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോറെവർമോർ. എന്നും ഒരുപോലെയുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 19-ാമത്തെ വാക്യം.
ഞാനും സില്വാനോസും തിമത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അവനിൽ ഉവ്വ് എന്നത്രേ ഉള്ളൂ. ഉണ്ടോ? എന്ന് പറയാൻ അർത്ഥം എന്നാ? ഈസ് അൺചേഞ്ചബിൾ. ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഞങ്ങൾ പ്രസംഗിച്ച യേശു ക്രിസ്തു ഒരിക്കൽ ഉവ്വ് എന്നും പിന്നീട് ഇല്ല എന്നും പറയുന്നവനല്ലായിരുന്നു. അവനിൽ ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ. ഹി ഈസ് അൺചേഞ്ചബിൾ ഗോഡ്. നെക്സ്റ്റ് വൺ, ഇറ്റേണിറ്റി. നിത്യനാണോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു? നിത്യനാണോ? അതിലൊരു അന്വേഷണം. ഞാനൊന്നിനൊന്നും വായിക്കണ്ട. അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. മീഖായുടെ പ്രവചന പുസ്തകം 5-ാം വാക്യം. നീയോ ബത്ലഹേമേ, നീ യഹൂദ എഫ്രാത്തേ, സഹസ്രങ്ങളിൽ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. എന്തുവാ ദ മീനിങ്? ഇസ്രായേലിനെ മേയ്പ്പാനുള്ളവൻ യഹൂദിലെ ബേത്ലഹേമിൽ നിന്ന് വരും. പക്ഷെ അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതുമാണ്. അവൻ നിത്യനാണെന്നർത്ഥം. കർത്താവ് യേശു ക്രിസ്തു നിത്യനാണ്. അവൻ ഓമിനി പ്രസൻസ് ഉള്ളവനാണ്, സർവ വ്യാപിയാണ്. എവരിവെയർ പ്രസന്റ് എന്ന് പറയാം. എവരിവെയർ പ്രസന്റ്. മത്തായിയുടെ സുവിശേഷം 18-ാം വാക്യം. ഒരാളും 28-20 മറ്റൊരാളെടുത്തു. 2 വാക്യം വായിക്കാൻ സമയം എടുക്കത്തുള്ളൂ. 18-20, 28-20. 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. എവരിവെയർ പ്രസന്റ്. എവരിവെയർ പ്രസന്റ്. നമ്മുടെ കർത്താവ് എല്ലായിടത്തും സന്നിഹിതനാണ്. 28-20. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. That means everywhere present. Okay. Omniscience. സർവജ്ഞാനിയായ ദൈവം. സർവജ്ഞാനി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 25-ാം വാക്യം. മർക്കോസ് 2:8. 2 വാക്യം മാത്രം എടുത്തു വായിക്കാം. യോഹന്നാൻ 2:25, മർക്കോസ് 2:8. മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. മനുഷ്യനുള്ള എന്തെന്ന് തനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം എന്ന് ഗ്രഹിക്കാൻ പറ്റിയോ? അതായത് മറ്റൊരാളുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം പോലും അദ്ദേഹത്തിന് അറിയായിരുന്നു. മനുഷ്യരുടെ രഹസ്യങ്ങളെ അറിയാൻ കഴിയുന്നവനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മർക്കോസിന്റെ സൂചന 2:8. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? മതിയല്ലോ. അവര് ചിന്തിച്ച കാര്യം ഉടൻ തന്നെ യേശു അറിഞ്ഞു. അപ്പൊ ഒരാൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം പോലും അറിയുന്ന ഒരാളെ യേശു എന്ന് പറഞ്ഞാൽ യേശു സർവജ്ഞാനിയാണ്. സർവജ്ഞാനിയാണ്. ഓക്കെ. ഓംനിപോട്ടന്റ് ഗോഡ്. സർവ ശക്തനാണ് നമ്മുടെ ദൈവം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 43-ാമത്തെ വാക്യം. നമ്മുടെ യേശു സർവശക്തനാണ്. സർവശക്തനായ ഒരു ദൈവം. ഓംനിപോട്ടന്റ്. അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതൽ എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായിരുന്ന ഒരു സ്ത്രീ പുറകിൽ അടുത്ത് ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. ഓക്കെ.
ഈ ഓമിനി പൊട്ടൻ ഗോഡ് സർവശക്തൻ സത്യത്തിൽ ഓൾ മൈറ്റി എന്നാണ് നല്ലൊരു ഇംഗ്ലീഷ് പദം, ഓൾ മൈറ്റി ഗോഡ്. അപ്പൊ ഈ ഓൾ മൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ ലൂക്കോസ് 8:43 വായിച്ചത് രോഗങ്ങളുടെ മേലുള്ള അധികാരം, എല്ലാറ്റിൻ്റെ മേൽ അധികാരം കിട്ടിയവനെയാണ് ഓൾ മൈറ്റി എന്ന് പറയുന്നത്, ഓമിനി പൊട്ടൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ രോഗങ്ങളുടെ മേലുള്ള അധികാരം ലൂക്കോസ് 8:27 എഴുതിയിരിക്കുന്നത് 8:27 ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറുകളിൽ അത്രേ ആയിരുന്നു. ഓക്കെ, ബാക്കി നിങ്ങൾ വായിക്കണമെന്നില്ല. അപ്പൊ ഈ ഭൂതങ്ങളുടെ മേലുള്ള അധികാരം യേശുവിനുണ്ടായിരുന്നു. ആ ഭൂതത്തെ ശാസിച്ചു. സെക്കൻഡിൽ അവന് സൗഖ്യം ലഭിച്ചതായിട്ട് എൻ്റെ താഴെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സർവശക്തനായ ഒരു ദൈവമായിരുന്നു. അപ്പൊ തന്നെ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 2-ാമത്തെ വാക്യം, യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 2-ാം വാക്യം, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. നിത്യജീവൻ കൊടുക്കേണ്ടതിന് സകല ജഡത്തിന്റെ മേലും അധികാരം നൽകിയിരിക്കുന്നു. സകല ജഡത്തിന്റെ മേലും അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 6-ാം വാക്യം, മാത്യു ചാപ്റ്റർ 9 verse 6. മത്തായി സുവിശേഷം 9-ാം അധ്യായം 6-ാം വാക്യം, എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ എങ്കിലും അറിയേണ്ടതിന് ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ നിങ്ങൾ അറിയേണ്ടതിന് കിടക്കെടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. ഓക്കെ, നല്ല ക്ലിയർ ആയിട്ട് നമുക്കത് കേൾക്കാൻ കഴിഞ്ഞു. ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് അവിടെ തെളിയിച്ചുകൊണ്ടാണ് പാപത്തെ മോചിച്ചത്. അപ്പം പാപമോചനത്തിന് അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മത്തായി സുവിശേഷം 28:18, 28:18. യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഐ ഹാവ് ഗിവൺ അതോറിറ്റി ഓവർ earth and heaven. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. എത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയേ. സർവശക്തിമാനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലും അതേ വാചകങ്ങൾ ഉപയോഗിച്ചിരിക്കുക. 5:25. പിതാവിന് തന്നിൽ തന്നെ നെക്സ്റ്റ് വൺ പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക, യേശു ക്രിസ്തു നിത്യജീവനെ നൽകുന്നു. ഉണ്ടോ? കല്ലറയുള്ളവർ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ജീവിക്കും. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സർവശക്തനായ ഒരു കർത്താവ് തന്നെയാണ്. അപ്പൊ നിത്യജീവനെ നൽകുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾക്ക് നേരത്തെ പഠിച്ചതാണ് ആട്രിബ്യൂട്ട്സ്. അതുകൊണ്ട് എളുപ്പമാ. സത്യം, യേശു ക്രിസ്തു മുമ്പ് തന്നെ നമ്മൾ വായിച്ചായിരുന്നു, ട്രൂ ഗോഡ് എന്ന്. സത്യവാനായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. സത്യം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സത്യവാനല്ലേ? യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ തന്നെ സത്യമാകുന്നു. സ്നേഹം, ലവ്. യോഹന്നാൻ 3:16 നമുക്ക് അറിയാവുന്ന വാക്യമാണ്. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള വാക്യം. സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം. 1 യോഹന്നാൻ 3:16 സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ
വലിയൊരു സ്നേഹമില്ല. അങ്ങനെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തന്റെ രക്തം മുഴുവൻ മാനവവർഗത്തിന് വേണ്ടി ഊറ്റിത്തരുവാനിടയായി തീർന്നു. കേട്ടോ, സ്നേഹം, യേശു ക്രിസ്തുവിന്റെ അതിവ്യ സ്നേഹം. അപ്പൊ തന്നെ വിശുദ്ധനായിരുന്നു. ഇടയ്ക്ക് പരിശുദ്ധൻ എന്ന് വിളിച്ച അപ്പോസ്തലർ 3:14 നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിരുന്നു. പരിശുദ്ധനായവനെ അവർ ചോദിച്ചു. ബറാബാസിനെ അവർ വിട്ടുതരുവാൻ ആവശ്യപ്പെടുകയും പരിശുദ്ധനായവനെ കൊന്നുകളയുകയും ചെയ്തു എന്ന് പറഞ്ഞു. പരിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധനായവൻ. ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ എന്താണ് നമുക്ക് മനസ്സിലായത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്വ പഠനത്തില് 5-6 കൂട്ടം കാര്യങ്ങൾ വേണം. അതിൽ ഒന്നാമത്തെ കാര്യം ഡിവൈൻ നെയിംസ് ആണ്. യേശു ക്രിസ്തുവിന് കൊടുത്ത ദൈവിക നാമങ്ങൾ. അതൊരു പാഠം കഴിഞ്ഞു. രണ്ടാമത്തെ പാഠം ഡിവൈൻ ആട്രിബ്യൂട്ട്സ് ആണ്, ദൈവിക വിശേഷ ലക്ഷണങ്ങൾ. 2 പാഠമേ ആയുള്ളൂ. അടുത്ത പാഠങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആരാണ്? ഞാൻ പറയട്ടെ എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആണെങ്കിലും യേശു ക്രിസ്തു ആരാണെന്ന് ശരിയായി നമ്മൾ ഗ്രഹിക്കണം. ഈ കാലഘട്ടങ്ങളിൽ പ്രസംഗിക്കേണ്ടത് യേശുവിനെയാണ്. യേശുവിലൂടെ മാത്രമാണ് ലോകത്തിന് മാറ്റമുള്ളത്. ആ യേശു നമ്മെ വീണ്ടെടുത്തു, യേശു നമ്മെ രക്ഷിച്ചു. അതുകൊണ്ട് യേശു ദൈവമാണ് എന്നുള്ള തെളിവുകൾ ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ സമയമായതുകൊണ്ട് നിർത്തിയിരിക്കുന്നു. ഓവർ ടു, എനിക്ക് തോന്നുന്നു ലാലു സാർ യാത്രയിലായല്ലോ. ഓവർ ടു പാസ്റ്റർ ഷാജി ദാനിയേൽ. ഇന്ന് രാത്രികാലം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ദൈവദാസനിലൂടെ നമ്മളോട് ഹൃദ്യമായി സംസാരിച്ചു. പാസ്റ്റർ മാത്യു പി തോമസിനുള്ള നന്ദിയെയും സ്നേഹത്തെ അറിയിക്കുന്നു. നിങ്ങൾ കേട്ടതുപോലെ പാസ്റ്റർ ലാലു തിരിച്ച് ഖത്തറിലേക്ക് മടങ്ങി വരികയാണ്. അദ്ദേഹത്തിന്റെ യാത്രയോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അഗാപ്പെ മിനിസ്ട്രിയുടെ 15ാമത്തെ കൺവെൻഷൻ റൈസ് ആൻഡ് ഷൈൻ കോൺഫറൻസ് നാളെ ഡാളസിൽ വെച്ച് നടക്കുന്നു. കഴിഞ്ഞ 15 വർഷം കർത്താവിന്റെ കൃപയാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകൾ ഇവിടെ നടക്കുവാൻ കർത്താവ് ഇടയാക്കി. മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, കൺവെൻഷനെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ ബൈബിൾ കോളേജിനെ കർത്താവ് അനുഗ്രഹിച്ചു. അനേക ടെസ്റ്റിമോണികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേകരെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് കേൾക്കുവാനിടയായി. അതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തിനും സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കുമായി നന്ദി പറയുന്നു. നമുക്ക് ഇന്ന് രാത്രികാലം പ്രാർത്ഥനയോടെ കടന്നു പോകാം. നാളെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസ് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും, പഠിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു വരാം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചുരുങ്ങിയ വാചകങ്ങളിൽ പ്രാർത്ഥിച്ചാട്ടെ. അതിനുശേഷം ആശീർവാദത്തോടെ നമുക്ക് കടന്നു പോകാം. ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഈ രാത്രിയാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും കർത്താവെ പഠിപ്പാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ദാസനെ ദൈവം ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പഠനത്തിനായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദാസനെ അനുഗ്രഹിക്കണമേ. യാത്രയിലാണല്ലോ കർത്താവെ കൂടെ ഇരിക്കണതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം എല്ലാം നിങ്ങൾ കൂടെ ഇരിക്കണം. എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. പിന്നെ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തർ കൂടെയും, പ്രത്യേകിച്ച് നമ്മളെ പഠിപ്പിച്ച വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോട് കൂടെയും, യാത്ര ചെയ്യുന്ന പാസ്റ്റർ ലാലുവിനോട് കൂടെയും, നമ്മുടെ ഈ ഓൺലൈൻ ബൈബിൾ കോളേജിനോട് കൂടെ ഇന്ന് അദ്ദേഹം കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തു എന്ന കർത്താവ് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവേ, ഹല്ലേലൂയ. God bless you. Have a blessed night. God be with you. Thank you. Hallelujah, hallelujah, hallelujah. Praise the Lord. Thank you. God be with you.